സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഇന്നു മുതൽ അപേക്ഷിക്കാം. സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായാണ് പദ്ധതി ആവിഷ്കരിച്ചത്. നിലവിൽ സംസ്ഥാനത്തെ മറ്റ് സാമൂഹിക പെൻഷനുകളുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗുണഭോക്താക്കളല്ലാത്ത അർഹരായ സ്ത്രീകൾക്കാണ് 1000 രൂപ ധനസഹായം ലഭ്യമാക്കുന്നത്. സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം. ജനക്ഷേമ പ്രവർത്തനങ്ങളിലും സംസ്ഥാനം രാജ്യത്തിന് മാതൃകയാണ്. സംസ്ഥാനത്തെ മറ്റ് സാമൂഹിക ക്ഷേമ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കളല്ലാത്ത അർഹരായ സ്ത്രീകൾക്ക് 1000 രൂപ ധനസഹായം ലഭ്യമാക്കുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതി. KSmart.lsdkerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കേരളത്തിലെ സ്ഥിരതാമസക്കാരായ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. അന്ത്യോദയ, അന്നയോജന, മുൻഗണനാ വിഭാഗം എന്നീ റേഷൻ കാർഡുകൾ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. അപേക്ഷ സമർപ്പിക്കുന്നവർ പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം. ഇവ ലഭ്യമല്ലാത്തവർക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. 31.34 ലക്ഷം സ്ത്രീകൾക്കാണ് ഇതിലൂടെ ആനുകൂല്യം ലഭ്യമാവുക. വർഷം 3800 കോടി രൂപയാണ് സർക്കാർ പദ്ധതിക്ക് ചെലവിടുന്നത്. നിലവിൽ 62 ലക്ഷം പേരാണ് സംസ്ഥാനത്തെ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വാങ്ങിക്കുന്നത്. 5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ജോലിക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കണക്ട് ടു വർക്ക് എന്ന സ്കോളർഷിപ്പും സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. സ്ത്രീ സുരക്ഷാ പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ സംസ്ഥാനത്തെ 1 കോടി ആളുകൾക്കാണ് ക്ഷേമ പദ്ധതികളിലൂടെ സഹായം ലഭിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.